വാർത്തകൾ മറ്റൊരു അപകടം കൂടിയുണ്ട്. ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം വീട്ടുകാർ ഭയന്നിട്ട് കുട്ടികളെ മദ്രസയിലേക്ക് അയക്കാതെ വരുമോ എന്നുള്ളതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ടാവാം. ഇപ്പോൾ ഒത്തിരി ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, ഇപ്പം നിരവധിയായിട്ടുള്ള മുസ്ലിം കുടുംബത്തിലെ കുട്ടികളെ ഒന്നും മദ്രസയിൽ അയക്കുന്നില്ല. അത് ഒത്തിരി ഉണ്ട്. അതുപോലെ പുരോഹിതരാകാൻ പോകുന്ന ഇപ്പോൾ ഹിന്ദുമതത്തിൽ തന്നെ വളരെ കുറവാണ്. ക്രിസ്തുമതത്തിൽ പുരോഹിതരാകാൻ പോകുന്നവരുടെ എണ്ണം കുറഞ്ഞില്ല. മറ്റൊക്കെ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ പുരോഹിതനുണ്ടെന്ന് പറയാൻ ഗമയായിരുന്നു. പുരോഹിതനുള്ള വീട്. ആ സിറ്റുവേഷൻ മാറിയിട്ട് പൗരോഹിത്യത്തിൻ്റെ ആ ബഹുമാനം പോയിട്ട് താഴോട്ട് വന്നു. പിന്നെ ഇപ്പോഴും പൗരോഹിത്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിൻ്റെ വേറൊരു കാരണം സാമ്പത്തികമായ മെച്ചങ്ങളുണ്ട്. ഇപ്പോൾ ഇവർക്ക് സ്ഥാപനങ്ങളുണ്ട്, മുസ്ലിംകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ തുടർ പഠനത്തിന് അവിടെ പഠിക്കാൻ പോകാൻ പറ്റും, അഡ്മിഷൻ കിട്ടാൻ എളുപ്പമുണ്ട്. മാത്രമല്ല അത്യാവശ്യ സാമ്പത്തിക സഹായവും സമുദായമായിട്ട് ചെയ്യും. അത്രയും സൗകര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ മദ്രസയിലെ പുരോഹിതനെതിരായി അല്ല ഉസ്താദിനെതിരായി ഒന്നും പറയില്ല. ഇത് ബദറുദ്ദീൻ ജിൻജിയാവേണ്ട വിധി ഇങ്ങനെ ഇത്രയെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്നത്. ബദറുദ്ദീനിലെ വേറെ ആരെങ്കിലോ ശ്രീജിത്തായിരുന്നെങ്കിലോ അത് വേറെ പ്രശ്നമാക്കും. അപ്പോൾ ഇത് എന്തിനെ ഇങ്ങനെ മതപരമായി വ്യാഖ്യാനിച്ച് രണ്ടു കുറ്റപ്പെടുത്തി ന്യൂനപക്ഷമാണ്, ഞങ്ങൾ ന്യൂനപക്ഷമായിട്ട് പീഡിപ്പിക്കുന്നു എന്നാൽ ഒരു വാദം പറഞ്ഞാൽ എന്ത് ചെയ്യും? അല്ല, ആ വാദമാണല്ലോ ഇപ്പോഴും പറയുന്നത്. അതുകൊണ്ട് മനഃപൂർവ്വം കേസ് കൊടുക്കുന്നതാണ്, കള്ളക്കേസാണ്. അല്ല, എന്ന് വെച്ചത് ഇത്തരത്തിൽ മദ്രസ അധ്യാപകര് വർഷങ്ങളായിട്ട് ഇങ്ങനെ കുടുങ്ങിക്കൊണ്ടിരിക്കുക. ഇത് ഒരു സംഭവമല്ല. എല്ലാ വർഷവും പല മാസങ്ങളിലും ഇത്തരത്തിലുള്ള വിഷയം ഉണ്ടാകുമ്പോൾ അവിടെ എന്തോ ഒരു വിഷയമുണ്ട്. അതും ചെറിയ കുട്ടികൾ, 9, 10, 12 വയസ്സുള്ള കുട്ടികളെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അല്ല, അത് ഇത് പറഞ്ഞാലുണ്ട്. ഇപ്പോൾ ഫോണോഗ്രഫിയുണ്ട് ഇഷ്ടംപോലെ. ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് കുട്ടികളുമായി ബന്ധപ്പെട്ട ലൈംഗിക കളികൾക്കാണ് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത്. ഇപ്പോൾ ഇസ്ലാമിൻ്റെ നിയമം തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 12 മെൻസുറേഷൻ്റെ പ്രായം കഴിഞ്ഞാൽ കല്യാണം കഴിക്കാവുന്ന വാക്കുകളാണ്. ഇപ്പോൾ കുട്ടികളെന്നുള്ള ഡെഫിനിഷൻ പോലും ഇവിടെ മാറും. ഇത് കുറച്ച് കൊണ്ടുവരിക കല്യാണപ്രായം. ആ ഡെഫിനിഷൻ പോലും മാറുന്ന രീതിയിലാണ് നിൽക്കുന്നത്.